സഹൃദയരെ കലാസ്നേഹികളെ, മതം, ദൈവം, ഭക്തി, വിശ്വാസം, അന്ധവിശ്വാസം, ആചാരം, ആത്മസമർപ്പണം, ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഈ സിനിമയിൽ പറയാനോ എടുക്കാനോ ആഗ്രഹിക്കുന്നില്ല. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകളിൽ ഒന്നായ അമ്പലങ്ങളിൽ മുൻപന്തിയിലുള്ള ആരാധനാലയമാണ് ശബരിമല. മാത്രവുമല്ല, അതൊരു കോൺട്രവേഴ്സ്യൽ വികാരധാരണ ഇഷ്യൂ കൂടിയാണ്. അതിനാൽ ഞാൻ ഈ സിനിമയെ ആസ്പദമാക്കിയാണ് കാര്യങ്ങൾ പറയുന്നതെന്നും ഭക്തരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും മുറിവേൽക്കാൻ സാധ്യത ഉള്ളതിനാലും ഭക്തന്മാരെ നിങ്ങൾക്ക് തോന്നിയ പോലെ ഓടിപ്പോകാം. സോ ആ ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് വരും നമുക്ക് ഈ ഭക്തിസാന്ദ്ര സിനിമ കാണാം. ആദ്യം തന്നെ നമുക്ക് ഈ പടം തിയേറ്ററിൽ പോയി കാണാൻ ഭാഗ്യം ലഭിച്ച ഏതാനും കുറച്ചു പേരിൽ നിന്ന് അഭിപ്രായം കേൾക്കാം. അനീഷ് എന്റെ ഫ്രണ്ടാണ്. ഏറ്റവും നല്ല പടം. എനിക്ക് ഏറ്റവും നല്ല പടം എന്ന് പറഞ്ഞ അപ്പൂപ്പന്റെ അഭിപ്രായം അത്രമേൽ ജെന്യുവിനായി തോന്നി. ഏറ്റവും നല്ല പടം. റിവ്യൂ കണ്ടിട്ട് ഏതോ വൃദ്ധസദനത്തിൽ നിന്ന് ടൂർ വന്ന പോലെ ഉണ്ടല്ലോ. പടം ആരംഭിക്കുന്നത് നമ്മുടെ ശബരിമലയിൽ ബോംബ് വെച്ച് തകർക്കുമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ലഭിക്കുന്നതിൽ നിന്നുമാണ്. ഇതൊരു ചെറിയ ബജറ്റുള്ള സിനിമ ആയതുകൊണ്ട് സീരിയലിൽ നിന്ന് കുറച്ചു പേരെ ഇറക്കിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ സെറ്റിൽ സീരിയലിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അവിടെ അഭിനയിച്ചിരുന്നവരെ നേരെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കും. അത് വെറും ഒരു മെസ്സേജ് അല്ല. ആ മെസ്സേജിനെ അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല. അലക്സേ, എന്താണ് അവിടെ ഒരു ലൈറ്റ് കാണുന്നത്? ഇദ്ദേഹം ഒന്നീ നാടക നടൻ, അല്ലേ സീരിയൽ താരം, രണ്ടിലേതോ ഒന്നാണ്. അഭിനയം കണ്ട അറിയാം. പിന്നെ ടെക്നോളജിക്കലി ഈ പടം വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ AI വെച്ച് വീഡിയോ ചെയ്യുന്ന കനവ് കഥ എന്നൊരു പേജ് ഉണ്ട്. എനിക്ക് പെട്ടെന്ന് ഇതിലെ പല AI സീനുകൾ കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. ബഡ്ജറ്റ് കുറയ്ക്കാൻ മിക്ക സീനുകളും AI വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5 ഫോട്ടോയും നാനോ ബനാനയും വെച്ച് ഇപ്പോൾ ഒരു സിനിമ എടുക്കാനുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇനി ശബരിമലയിൽ ബോംബ് വയ്ക്കുന്നത് ആരാണെന്ന് അറിയാമോ? അത് പാകിസ്ഥാനിലെ മുസ്ലിം തീവ്രവാദികളാണ്. തീവ്രവാദികളാണെന്നുള്ളത് പോട്ടെ, അതും പാകിസ്ഥാനി മിലിറ്ററി സപ്പോർട്ടോട് കൂടിയാണ് തീവ്രവാദികൾ ബോംബ് വയ്ക്കെങ്കിൽ കേരളത്തിൽ വരുന്നത്. ഇടയ്ക്ക് പാകിസ്ഥാനിലെ യുദ്ധം എന്നും പറഞ്ഞ് കാൾ ഓഫ് ഡ്യൂട്ടി ഗെയിം പ്ലേ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ എഡിറ്ററാണ് ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളത്. AI പ്രോംപ്റ്റ് അടിച്ച് കൈ കമ്മ്യൂണിസ്റ്റ് പച്ചായി പോയി കാണും. എനിവേ ഗൈസ്, കഥ തുടരുമ്പോൾ അവർ വർക്കല കാപ്പിൽ ബീച്ചിൽ പോയി. കാപ്പി ബീച്ചിൽ ഒട്ടകത്തെ കൊണ്ട് നിർത്തിയത്, എന്നിട്ട് താർ മരുഭൂമി എന്ന്. എന്തായാലും മെയിൻ വില്ല ആ പൊള്ളുന്ന മരുഭൂമിയിൽ ഇരുന്ന് കുറച്ച് ഖേത്തി ഉടമകളുമായി ഗൂഢാലോചന നടത്തുവാണ്. ശേഷം പുള്ളി കറാച്ചി വഴി AI പ്ലെയിനിൽ കയറി കാബൂൾ വഴി കഞ്ഞി കുടിച്ച് കൊച്ചുപുള്ളിയിൽ വന്ന് ലാൻഡ് ചെയ്യാതെ തമ്പാനൂരിൽ വന്നിറങ്ങും. മീൻവെയിൽ നമ്മുടെ നായകൻ ഒരു KSRTC ബസ്സിൽ കയറി ശബരിമലയിലേക്ക് പോകുവാണ്. ആ യാത്രയിൽ നമ്മുടെ ഡ്രാക്കുളയും ഉണ്ടല്ലോ. അണ്ണാ, നിങ്ങൾക്ക് ഇപ്പോഴും ആ ഡ്രാക്കുള ഓറെ പോയിട്ടില്ല കേട്ടാ. പിന്നെ ഇതൊരു ഭക്തി സിനിമ ആയാൽ ഭക്തിപ്പാട്ടില്ലാതെ എങ്ങനെ? അപ്പൊ ഇതാ പിടിച്ചൊരു ശബരിമല ഭക്തി ഗാനം. ശരിക്കും ഇതിലെ പാട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്, അത് ഞാൻ പറയും. മണ്ഡലകാലമൊക്കെ വരുമ്പോൾ ബസ്സിൽ ഇട്ടുകൊണ്ട് പോകാം. ഞാൻ പറയണ ശബരിമല സോങ്സ് എല്ലാം കൂടി ചേർത്ത്, അതായത് ഇതിലെ ഭക്തി ഗാനങ്ങൾ എല്ലാം കൂടി ചേർത്ത് ഒരു CD ആക്കി ഇറക്കിയിരുന്നെങ്കിൽ ഈ പടം തിയേറ്ററിൽ ഓടിച്ചതിനേക്കാളും പൈസ കിട്ടുമായിരുന്നു. പ്രൊഡ്യൂസർക്ക് ലാഭമായേനെ. ശേഷം പടം മുന്നോട്ട് നടന്നു പോകുമ്പോൾ നമ്മുടെ ഇത് നമ്മുടെ 3 മണിക്ക് എഴുന്നേറ്റാലും 4 മണിക്ക് എഴുന്നേറ്റാലും ആദ്യത്തെ മൂത്രം ഞാൻ ചിലപ്പോൾ ഒരു 200 മില്ലി വരെ വേണം. ഒരു ചെറിയ മഗ്, ഒരു സ്റ്റീൽ മഗ്ഗിനകത്തിട്ടത് അത് അപ്പാടെ ഞാൻ കുടിക്കും. തുളസി സാർ അല്ലയോ? അദ്ദേഹം മിനിസ്റ്റർ ആണ് ഇതില്. പിന്നെ ഇദ്ദേഹം നമ്മുടെ സീരിയലിലെ പാവ അച്ഛല്ലേ. എനിക്ക് പണ്ട് എന്താണെന്ന് അറിയില്ല, ഇദ്ദേഹത്തെ കാണുമ്പോൾ ഒരു അച്ഛന്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ ഫീൽ ചെയ്യും. ലോസ്റ്റ് ഫാദർലിഹുഡ്. മീൻവെയിൽ നമ്മുടെ പാകിസ്ഥാനി സ്പൈ ബോംബെയിൽ എത്തിയിരിക്കുകയാണ്. അല്ലേ ചെറിയ ബജറ്റും വെച്ച് ക്യാമറയും തൂക്കി നിങ്ങൾ ബോംബെ വരെയൊക്കെ പോയി ഷൂട്ട് ചെയ്ത പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. പൈക്ക് മൈതാനത്തൂടെ സ്ട്രീറ്റ് ഫുഡ് മണവും പിടിച്ച് 2 റൗണ്ട് തലങ്ങും വിലങ്ങും നടക്കുക. അത്രയല്ലേ ഉള്ളൂ ജോലി. ദുരന്തറിൽ നിന്ന് ഇന്ത്യൻ സ്പൈ പാകിസ്ഥാനിൽ പോയപ്പോ ശ്രീ അയ്യപ്പനിൽ പാകിസ്ഥാനി ഭീകരവാദി ഇന്ത്യയിൽ വന്നു. മീൻവെയിൽ പത്തനംതിട്ടയിലെ ഒരു സാധാരണ തട്ടുകടയിൽ ഒരു സ്വാമി ദോശ തിന്നവേ ഒരു ചുരുണ്ട മുടി കിട്ടും. അത് ചോദ്യം ചെയ്തതിന് എന്റെ മുടി ഇത്രയും ഗുണനിലവാരമില്ലാത്ത ചുരുണ്ട മുടി അല്ലെന്നും പറഞ്ഞ് അത് നീണ്ട മുടിയാണെന്നും പറഞ്ഞ് തട്ടുകടക്കാരൻ സ്വാമിയെ പിടിച്ച് നിലത്തെറിയുന്നു. അപ്പൊ തന്നെ ഇടി വിട്ടുമ്പോ പാമ്പ് പിടിക്കുമെന്ന് പറഞ്ഞ പോലെ ഒരു താർ ജീപ്പ് അവിടെ വന്ന് നിൽക്കുവാണ്. എന്നിട്ട് ആ ഗുണ്ടായസത്തിനെതിരെ തട്ടിക്കയറുന്ന പാവരായി മാറുന്നു നമ്മുടെ കിങ് ഖാൻ. ശേഷം ഒരു പെരുത്ത ഡയലോഗും, പോലീസിനോട് കളിക്കല്ലേ, എടോ താൻ പോലീസാണെന്ന് അയാൾക്ക് എങ്ങനെയാ മനസ്സിലാകണം? ഈ വേഷം കണ്ട മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ മുമ്പ് ചാടാമെന്ന ആളാണെന്നല്ലേ കരുതി. അയ്യപ്പനെ കാണുമ്പോ ഈ വാവരുടെ കാര്യം കൂടി പറഞ്ഞേക്കണേ.
ഓക്കെ. ശരി, ഇനി റിയാസ് ഖാൻ ഇതിൽ ബോംബ് കേസ് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥനാണ്. അല്ലടാ, ഇയാൾ 10-200 കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നത് ഈ തട്ടുകടക്കാരനെ അടിക്കാനായിട്ടാണ്. അടിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു. അതേസമയം മറ്റൊരിടത്ത് പച്ചപ്പുള്ള ഒരു നാട്ടിൻപുറത്തിന് നടുവിലൂടെ ട്രെയിൻ ഒരു സ്റ്റേഷനിൽ വന്ന് നിൽക്കുവാണ്. ഇയാൾ ഈ ട്രെയിൻ ഒറ്റയ്ക്ക് പിടിച്ചാടെ വന്ന. അല്ലിത് ഇത് ഏത് സ്റ്റേഷൻ? ഇത്രക്ക് എംറ്റി. ഇനി ഇങ്ങനെയാണ് ഇത് ഓടിച്ചോണ്ട് വന്നത്. അതുപോലെ ഇയാളെ വീട്ടിന്റെ നടയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്നത്. ട്രെയിൻ ഇറങ്ങി അടുത്ത കാലെടുത്ത് വെച്ചപ്പോ വീടിന്റെ പടിയിലെത്തിയ. ഇത് എന്തോന്ന് പ്രകൃതി മാറ്റം. ആരടാ ഇതിന്റെ എഡിറ്റർ? പഴം കട്ട് ചെയ്യണ പോലെയാണ് ഫിലിം കട്ട് ചെയ്ത് വെച്ചേക്കണം. ബഡ്ജറ്റ് കുറവായിട്ട് നിങ്ങൾ കല്യാണ കേസ് വെട്ടണവനെ കൊണ്ടുവന്ന് സിനിമ വെട്ടിക്ക് ഏർപ്പാടാക്കിയടാ. ഓക്കെ, ഇനി നായകൻ അദ്ദേഹം വീട്ടിൽ വന്ന ഉടനെ എടേ, അത് സ്വന്തം ഭാര്യ തന്നെ. അല്ല, ഇത് ഇത്രക്ക് നാണ എന്ത്? അവിടെ തണുപ്പ് തുടങ്ങിയോ? അവിടെ തണുപ്പ് തുടങ്ങിയോന്ന്. ഓ സോറി ഗസ്, അവർ ന്യൂലി മാരീഡ് കപ്പിൾസ് ആണ്. കുറച്ച് റൊമാൻസ് ഒക്കെ ആകാം. ഇനി ഇത് പുള്ളിയുടെ അച്ഛൻ. വലിയ കാര്യമൊന്നുമില്ല പരിചയപ്പെട്ടിട്ട്. ഒരു നല്ല പട്ടാളക്കാരെന്നുള്ള പേര് എനിക്ക് ഈ നാട്ടിലുണ്ട്. അത് നീ കളഞ്ഞു വിളിക്കല്ലേ? ഇവര് ഫാമിലിയുടെ പട്ടാളക്കാരോ? കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ സീരിയൽ നായകനും നായികയ്ക്കും ഒരു ദുഃഖമുണ്ട്. ഒരു കുഞ്ഞിക്കൽ കാണാത്തതിനുള്ള ദുഃഖം. അത്രേ ഉള്ള. നാളെ അംഗനവാടി വിടുമ്പോ അപ്പന്റെ മക്കൾ അപ്പന്റെ കൂടെ വാ. എത്ര കുഞ്ഞിക്കാല് മോന് കാണണം? തലവരെ നീങ്ങളാ ഈ ചെറിയ ബജറ്റ് നിങ്ങൾ രജനീകാന്തിനെ കൊണ്ടുവന്ന. ഇത് രജനീകാന്ത് അല്ലല്ലോ, ഇത് കജനീകാന്ത്. രജനീകാന്ത് അല്ലേ? അങ്ങനെ പടം മുന്നോട്ട് പോകുമ്പോൾ കറുപ്പും ഇട്ട് 3 ബലിക്കാക്കകൾ കടന്നു വരികയാണ്. അവർ നമ്മുടെ വില്ലന്റെ പുറകെയാണ്. CCTV ഫുട്ടേജ് ആണ് അത്ര ഇത്. എടാ, ഇത് കണ്ട അറിഞ്ഞൂടെ? ഒരുത്തൻ കസേരയിട്ട് അതിന്റെ മുകളിൽ മൊബൈലും പിടിച്ചു നിന്ന് അതിലൂടെ ഷൂട്ട് ചെയ്തിട്ട് ക്യാപ് കട്ടിലിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതാണെന്ന്. റെക്കോർഡിംഗ് എന്ന സൈഡിൽ എഴുതി കാണിച്ചിരുന്നെങ്കിലും കുറച്ചുകൂടി കൺവിൻസ് ആയനെ. അതിന്റെ ഇടയിൽ ഒരു ഫണ്ണൊക്കെ വേണ്ടേ? സുഹൃത്തിന്റെ പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ അവർ തമിഴ്നാട്ടിലേക്ക് പോകുവാണ്. അവിടെ ഒരു കോമഡി. ഈ ശംഭു മുന്നിൽ തന്നെ കാണും. ഇതിന് ആരുടെ അടുത്താ വെച്ചത്? ആ ഡയലോഗ് കേട്ട അറിയില്ല നീ വെറും കോമഡി പീസ് ആണെന്ന്. അങ്ങനെ അവർ തമിഴ്നാട് എന്നും പറഞ്ഞ് കരമന ഏതോ അഗ്രഹാര കോളനിയിൽ പോയി നല്ല പച്ച മലയാളം തമിഴിൽ പറയുന്ന ഒരു പെണ്ണിനെ കടത്തിക്കൊണ്ടുവരും. ஒரு கனவு பார்த்தேன். அதுல அப்பாவோட குண்டகளை உன்னை கண்டம் துண்டமா வெட்டிட்டு இருக்கு. അതിന്റെ ഇടയിൽ കിങ്കാനും ടീമും സൂപ്പർ മാർക്കറ്റിൽ കുറുക്കുറെ വാങ്ങാൻ വന്ന ഏതോ ഒരുത്തിനെ പൊക്കി കൊണ്ടിട്ട് ഇടിക്കും. കറക്റ്റ് സ്ഥലത്ത് തന്നെ തോക്ക് കയറ്റി വെച്ചേക്കണം. തോക്കെടുത്ത് കോണാത്തി തിരികെ വെച്ചേക്കണം. ഈയിടെ ഇങ്ങനെ തോക്ക് വെച്ച കണ്ണ് പൊട്ടന്മാർ വരെ അത് കാണുമല്ലടാ. ഇതിലും ഭേദം അതെടുത്ത് കഴുത്തുകൂടെ തൂക്കിയിടാത്ത എന്ത്? കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടുമായിരുന്നു. അത് അങ്ങനെ കുറെ മൊണ്ണന്മാര്. മര്യാദയ്ക്ക് കീഴടങ്ങിയില്ലെങ്കിൽ പൊട്ടിക്കും ഞാൻ. പിന്നെ ആ സീനിലേക്ക് നമ്മുടെ കിങ് കാനും കടന്നു വരികയാണ്. എടുത്ത് താറിന്റെ മുകളിൽ കെട്ടിവെച്ചാണ് ഈ ഷോട്ടൊക്കെ എടുത്തത്. സിനിമയുടെ 95% ഒരു എഡിറ്റിംഗ് ടേബിളിൽ ഒരു മനുഷ്യരുന്ന് വെച്ചുണ്ടാക്കിയതാണ്. സംഭവം ഒന്നുമില്ല ഗൈസ്. ഇയാൾ നമ്മുടെ ഭീകരവാദിയെ വിഴിഞ്ഞം കടപ്പുറത്ത് കൊണ്ട് ഇറക്കി വിട്ടത്. പാപത്തിന് 2000 രൂപയും കിട്ടി. ഓട്ടം വിളിച്ചോണ്ട് പോയതാണെന്ന്. കിട്ടിയ നോട്ട് ആണെങ്കിൽ കള്ളനോട്ട്. പോരത്തിന് പോലീസിന്റെ കയ്യിൽ നിന്ന് നല്ല തല്ലും കിട്ടി. അങ്ങനെ ഇരിക്കാൻ നമ്മുടെ നായകൻ ഒരു ഭീകര സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന് വിളിക്കുകയാണ്. അപ്പൊ തന്നെ അവന്റെ അമ്മ അടുപ്പിൽ എന്ത് കരയണെന്നും പറഞ്ഞ് പാതിരാത്രി അവന്റെ റൂമിലോട്ട് കയറി ചെല്ലുവാണ്. ഇവരെന്തോന്നിത്? ഒരു ഭാര്യ ഭർത്ത് റൂമിൽ രാത്രി പല ചിഹ്നം വിളികളും കേൾക്കും. അതിന് ഇവരെന്തിനീ തള്ളിപ്പിടിച്ചോണ്ട് അതിനകത്തോട്ട് കയറി വരണം എന്തോ. പിറ്റേ ദിവസം യാദൃശികമായി തൊഴാൻ പോയ നായകന്റെ തലയിലൂടെ പോറ്റി മാല എടുത്തിടുകയാണ്. ഇനിയിപ്പോ മലയ്ക്ക് പോയല്ലേ പറ്റൂ. മീൻവെയിൽ നമ്മുടെ ഭീകരവാദികൾ ശബരിമലയിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ നിന്ന് വാച്ചർ വെടിവെച്ച് കൊന്ന് അവർ അകത്ത് കിടക്കുന്നു. 24 മണിക്കൂർ ഇങ്ങനെ കറുപ്പും കറുപ്പൂട്ട് കിടന്ന യവന്മാർക്ക് ചൂട് എടുക്കൂലേ എന്തോ എന്റെ സ്വാമിയാ. ഇനി ആ ഭീകരവാദികൾ കൊന്ന വാച്ചർ മരിച്ചതറിയുന്ന കിങ്കൻ ആദ്യം എന്താണ് പറയുന്നതെന്ന് കേട്ട് നോക്കിക്കേ. ഇന്നലെ രാത്രി ശബരിമല ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു വാച്ചറെ ആരോ കൊന്നിരിക്കുന്നു. വെടിയേറ്റാണ് സാർ അയാൾ മരിച്ചിരിക്കുന്നത്. അവര് വളരെ വേഗത്തിലാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ മുണ്ണ ട്യൂബ്ലൈറ്റ് പോലെയാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് എല്ലാം കത്തു. ശബരിമല ചെക്ക് പോസ്റ്റ് ഇരിക്കണ വാച്ചർ ആരോ കൊന്നു എന്ന് പറയുമ്പോ ശബരിമലയിൽ ബോംബ് വെക്കാൻ വന്ന തീവ്രവാദികളായിരിക്കുമെന്ന് ഒരു താറാവിന് പോലും ഊഹിക്കാൻ പറ്റും. ആരീന്റെ സ്ക്രീൻ പ്ലേ എഴുതിയ. സോ ഗയ്സ്, ഇനി ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ഡ്രാക്കുളയ്ക്ക് ഒരു കഥയുണ്ട്. ഈ ഡ്രാക്കുള സാർ തീരെ ദൈവവിശ്വാസി അല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മകൾ ഒരു കടുത്ത അയ്യപ്പ ഭക്തിയും പോരാത്തന്നെ ഹിയറിംഗ് ഡെസിബിലിറ്റി ഉള്ള കുട്ടിയുമാണ്. പുള്ളിക്ക് ഭക്തി ഇല്ലാത്തതുകൊണ്ട് പുള്ളിയുടെ മോളും ഈ ഭക്തിയൊന്നും കാണിക്കുന്നത് പുള്ളിക്ക് അത്ര താല്പര്യമില്ല. അയ്യപ്പന്റെ വിഗ്രഹം എടുത്ത് എറിഞ്ഞ കോപം കൊണ്ടാണെന്ന് അറിയില്ല. പിറ്റേന്ന് ജോലിക്ക് പോകാൻ കാർ റിവേഴ്സ് എടുക്കുന്നതിനിടയിൽ പുറകിൽ വന്ന കുട്ടിയെ അറിയാതെ നമ്മുടെ ഡ്രാക്കുള ഇടിക്കും. അങ്ങനെ ആ സങ്കടത്തിൽ ICUവിൽ കിടക്കുന്ന കൊച്ചിന് വേണ്ടിയും കൂടിയാണ് നമ്മുടെ ഡ്രാക്കുള മല കയറുന്നത്. മീൻവെയിൽ നമ്മുടെ കിങ് ഖാനും ടീമും ശബരിമലയിലെ ആദിവാസി സമൂഹത്തിനിടയിൽ കയറി ചെന്ന് ഒരുത്തനെ അങ്ങ് പൊക്കും. അതായത് ഇവൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു കാട്ടുചെമ്പകം. ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ അവളെ ആരോ ഉപദ്രവിച്ച് കൊന്നിരിക്കുന്നു. അതാ ഭീകരവാദികളുടെ കൂട്ടത്തിലുള്ള ഒരുത്തനാണെന്ന് ഇവൻ കാണുകയും ഉണ്ടായിരിക്കുന്നു. എന്റെ കനിയെ നശിപ്പിച്ചവനെ സാറന്മാർക്ക് കിട്ടില്ല. കാടെന്താണെന്ന്
വെളിയിൽ നിന്ന് വന്നവർക്ക് അറിയില്ല. ഒന്ന് പോടാ. ഒത്ത കാട്ടിൽ കറുപ്പ് കൂട്ടി വന്ന് നിൽക്കണ യവന്മാരെ വല്ല ആനയും കുത്തിയുള്ളേ. ചിലപ്പോ കറുത്ത് നിറയാണ്ട് പിണ്ടോടന്ന് കരുതി അത് വഴിമാറി പോയിരിക്കും. മീൻവെയിൽ നമ്മുടെ നായകൻ സ്വപ്നത്തിൽ കണ്ട കൊച്ചിനെ നേരിട്ട് ശബരിമലയിൽ വെച്ച് കാണും. ഒരു സെൽഫി എടുത്ത് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും. മറ്റൊരിടത്ത് നമ്മുടെ ഡ്രാക്കുളയും കൂട്ടരും പോകുന്ന വഴിയിൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടുപേർ വഴി മാറി പോകുന്നത് കാണും. വല്ല പണിക്ക് വന്ന ബംഗാളികളുമായിരിക്കുമല്ലേ. വല്ലവന്മാര് ചിരിച്ചോണ്ട് പോണ്. എന്തായാലും അവരെ വിളിക്കാൻ പുറകെ പോയി ഇവർ ഭീകരവാദികളുടെ സംഗീതം കണ്ടെത്തും. എടാ ഇത് മട്ടാഞ്ചേരി മാർട്ടിനല്ലേ അത്. അതിനിടയിൽ നായകനും കൊച്ചു കാട്ടിൽ ഒറ്റപ്പെടും. വിശക്കുന്നു പറയുമ്പോ നീ തേങ്ങ പൊട്ടിച്ച് കഴിക്കാൻ ശ്രമിക്കുമേ. അപ്പൊ ദാണ്ട് ഒരുത്തൻ ചാടി വീണ് അത് എനിക്ക് വേണം, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞ് അതെടുത്ത് തട്ടിപ്പറിച്ച് മൊത്തം കുടിക്കും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? മനസ്സിലായോ? പിന്നെ ഇവിടെ ഇവന്മാര് പ്ലാൻ ചെയ്യുന്നു. തോക്കും പിടിച്ച് സ്ലോ മോഷനിൽ നടക്കുന്നു. തൊട്ടപ്പുറത്ത് ഡ്രാക്കുള പോലീസിനെ വിളിച്ച് പറയും ഇവിടെ കുറെ തൊലിയന്മാര് തോക്കുമായി നിൽപ്പുണ്ടെന്ന്. പിന്നെ ഒരു കഥയും ഇല്ലാതെ ഇതിങ്ങനെ കുറെ നേരം അവിടെ ഇവിടെയും കാണിച്ച് വലിച്ചു നീട്ടും. ഇവന്മാരിത് ഒരുമിച്ച് കൂടി മഴയ്ക്ക് വേണ്ടി കണ്ട് പ്രാർത്ഥിക്കണേണ്, അല്ലാതെ പടച്ചോനെ വിളിക്കണേന്നല്ല. ശേഷം അവർ ബോംബിടാൻ വേണ്ടി നല്ല സൈറ്റ് നേടി മുന്നോട്ട് പോകുമ്പോൾ അത് ആകാശത്തൊരു വലിയ തുമ്പി. തുമ്പിയുടെ മൂട്ടിൽ എന്താ തൂങ്ങിക്കിടക്കണം. ഓ കമാൻഡോസ്. അവർ വന്ന് താഴെ ഇറങ്ങി വില്ലന്മാർ 2 മണിക്കൂർ മുന്നേ സ്ഥലം കാലിയാക്കിയ സ്ഥലത്ത് വന്ന് തിരിഞ്ഞു കളിക്കും. എടാ അവന്മാർ അവിടെ നിന്ന് പോയിട്ട് 5 മണിക്കൂറായി. ശേഷം അവർ വില്ലന്മാരെ കണ്ടെത്തി ഓരോരുത്തരായിട്ട് കൊല്ലും. വെടികൊണ്ടപ്പോ ചിരിക്കണടാ നീ. വേറൊരുത്തൻ എന്തോ കയ്യിൽ ചക്ക കൊണ്ടുപോകണമെങ്കിൽ ടൈം ബോംബ് ആയിട്ട് പോവുകയാണ്. അത് കമാൻഡോസ് കണ്ട് അവന്മാരത് വെട്ടിവെച്ച് പൊട്ടിക്കും. അതിനിടയിൽ ബോംബ് വെച്ച ഡ്രോൺ അവർ ആക്ടിവേറ്റ് ആക്കും. പെട്ടെന്ന് അവിടെ എത്തി കമാൻഡോസ് മട്ടാഞ്ചേരി മാർട്ടിന്റെ നെറ്റിയിൽ ഓട്ടയിടും. പക്ഷേ അവർക്ക് ഡ്രോൺ നിർത്താൻ പറ്റൂല. അപ്പൊ തന്നെ ഈ വിവരം ഇന്ത്യയുടെ സൈബർ ഇന്റലിജൻസ് AI വിഭാഗത്തിലേക്ക് കൈമാറി അവരവിടെ മെയിൻ്റെനൻസിന് ഗ്യാരേജിൽ കിടന്ന ഒരു ഫൈറ്റർ ജെറ്റ് ഇറക്കി വിട്ട് അതിനകത്ത് മെക്കാനിക്കൽ പണി എടുത്തോണ്ടിരുന്നവർ പുട്ടുണ്ടാക്കാൻ വെള്ളം നിറച്ചു വെച്ചിരുന്ന പുട്ട് കുറ്റി അടപ്പോടെ എടുത്ത് ഡ്രോണിൽ എറിഞ്ഞ് അത് പൊട്ടിത്തെറിപ്പിക്കും. ചേടാ ഇത് എന്തോന്ന് അങ്കും പൊങ്കും ഇല്ലാത്ത സീനാടാ ഇത്. ലാസ്റ്റ് വിജയണനെ പോലെ ക്യാമറ നോക്കി ഒരു സലാം കൂടി പൈലറ്റ് പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഒരുത്തനെ ഒന്നും ചെയ്യാതെ ഞാൻ എങ്ങനെ പോണെന്നും പറഞ്ഞ് നായക ഒരുത്തനെ പിഴിഞ്ഞങ്ങ് കൊല്ലും. ശേഷം മെയിൻ വില്ലനുമായിട്ട് ഫൈറ്റ്. പക്ഷെ പച്ചകൾക്ക് പണ്ടേ ശക്തി കൂടുതലാണല്ലോ. അവന്റെ ഇടി കൊണ്ട് നായകൻ തെറിച്ച് വീഴും. എന്നിട്ട് ചവിട്ടി കൊല്ലാൻ നോക്കുന്ന വില്ലന് നേർക്കഥ. ബാലാകാരൻ. അത് ശരി, അതിനിടയ്ക്ക് ഡ്രസ്സിന്റെ കളർ മാറ്റിയ. ആദ്യം മഞ്ഞയായിരുന്നല്ലോ, ഇപ്പൊ വയലറ്റ് ആയ. അയ്യപ്പ കണ്ണിന്റെ മുമ്പ് നിന്ന് മാജിക് കാണിക്കണ. പടം ക്ലൈമാക്സോടെ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും വർഷം 2 പോയി. അപ്പോഴേക്ക് അയ്യപ്പനെ തടിയും വന്ന് താടിയും വെച്ച് മഞ്ഞ ഡ്രസ് ഇട്ടാണ് ആദ്യം ഷൂട്ട് ചെയ്തെന്നുള്ള കാര്യം മറന്നും പോയെന്ന് തോന്നുന്നു. എന്നാലും ഒരു മഞ്ഞ തുണി പോലും കിട്ടില്ലേ നിങ്ങൾക്ക് എടുത്തു മൂടാൻ. മഞ്ഞന്ന് നേരെ വയലറ്റിലോട്ട് എങ്ങനെയാണ് പരിണമിക്കുന്നത്? കളർ സ്പെക്ട്രത്തിനകത്ത് ബന്ധമില്ലാത്ത 2 കളർ. അങ്ങനെ ചാവാൻ കിടന്ന നായകനെ അയ്യപ്പൻ വന്ന് രക്ഷിക്കും. തന്നെ രക്ഷിക്കാൻ തനിക്ക് അറിയാമെന്നും ഒരുത്തന്റെ സഹായം വേണ്ട എന്നും പറഞ്ഞ് ഈ കല്ലും മുള്ളും ചവിട്ടി മലരെ മേളിൽ വന്നിട്ട് നിങ്ങൾ 18ാം പടിയും കയറുമ്പോൾ അതിന്റെ മുകളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ തത്വമസി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നും അത് നീയാകുന്നു, ദൈവം നിങ്ങൾക്കുള്ളിലാണ് ഉള്ളതെന്നും അയ്യപ്പന്റെ വക ഒരു ഉപദേശവുമായി ഈ സിനിമ. അങ്ങനെയൊന്നും അയ്യപ്പൻ സിനിമ പറയില്ല, ഞാൻ പറഞ്ഞാണ്. എന്തായാലും താൻ തന്നെ അയ്യപ്പൻ നമുക്ക് നേരത്തെ മനസ്സിലായേ. അല്ലാതെ സാധാരണ മനുഷ്യന്മാർ ആരെങ്കിലും അയ്യപ്പൻ ഉടക്കയും വെച്ച് തേങ്ങയിലെ നെയ്യ് എടുത്ത് കുടിക്കുവോ? ഒടുവിലെല്ലാം തീർന്നപ്പോ നായകന് തലക്കടിച്ച് കൊല്ലാൻ വന്ന ഒരുത്തനെ ഒരു ഉണ്ട തിന്നാനും കൊടുത്ത് കിങ് ഖാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. പോരാത്തിന് എല്ലാം കഴിഞ്ഞപ്പോ തൊപ്പി ഉരാനും ആദരവ് പറയിക്കാനും കേരള പോലീസും എത്തും. അങ്ങനെ ഈ പടം ശുഭമായിരിക്കുകയാണ് ഗൈസ്. ഇതിലെ ഒരു ചെറിയ കാര്യം കൂടി, ആദ്യം ഭാര്യയ്ക്ക് ഒരു സാധനം അയച്ചു കൊടുത്തില്ലായിരുന്നു നമ്മുടെ നായകൻ, ഒരു കൊച്ചുമായിട്ടുള്ള ഫോട്ടോ. സ്വപ്നത്തിൽ കണ്ട മറ്റേ കൊച്ച്. അതില് ശരിക്കും കൊച്ചില്ലെന്ന് ഇയാൾ മാത്രമേ ഉള്ളൂ. അല്ലടാ, അപ്പൊ അത് ആരായിരിക്കും? അത് അയ്യപ്പന്റെ കൂടെ വന്നെങ്കിൽ അത് അയ്യപ്പന്റെ പുലിയായിരിക്കും അല്ലേ? ഓൾറൈറ്റ് ഗൈസ്, ആക്ച്വലി ഈ പടത്തിന്റെ ത്രെഡ് വളരെ മനോഹരമായിരുന്നു. ഒരു വ്യത്യസ്ത ത്രെഡ് ആയിരുന്നു. പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് തിരക്കഥ എഴുതി സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്ത് സെറ്റാക്കി വന്നപ്പോ മൊത്തത്തിൽ അങ്ങ് ഒത്തില്ല. വളരെ ചെറിയ ബജറ്റിൽ എടുത്ത സിനിമയൊക്കെയാണ് നമുക്കറിയാം. ബട്ട് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എപ്പോഴും നമ്മുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ മോശമാണെങ്കിൽ നമ്മൾ അതിനെ വിമർശിച്ചല്ലേ പറ്റൂ. നിങ്ങളുടെ എഫേർട്ടിനെ ഞാൻ മാനിക്കുന്നു. ഇതിൽ നിന്ന് ഇമ്പ്രൂവ് ആയി ഇനിയും നല്ല സിനിമകളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അപ്പോൾ ശരി ഗൈസ്, ഇന്നത്തെ അപ്പൊ അറിയാലോ നമ്മൾ ഇനിയും കാണും. താങ്ക്സ്, ലവ് യു.